അങ്ങനെ ഫിർഔനെ വിളിച്ചുകൊണ്ട് തന്റെ അനുയായികളോട് പറഞ്ഞു, ഫഅമറ ഫിർഔൻ ബിഖിദ്രിൻ മിൻ നുആസ്, ചെമ്പിനാലുള്ള വലിയൊരു പാത്രം കൊണ്ടുവരണം. വലിയൊരു ചെമ്പ് രീതി, ചെമ്പ് എന്ന് പറഞ്ഞ ചെമ്പ് സാധാരണ ചെമ്പുകൾ പോലത്തെ ആ ചെമ്പിനാൽ വലിയൊരു പാത്രം കൊണ്ടുവരണം. എന്നിട്ടോ ആ പാത്രത്തിൽ നിറച്ചു ബിസ്സൈത്, അതിൽ ഒരുപാട് എണ്ണ ഒരുപാട് ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എണ്ണ അങ്ങോട്ട് ചൂടാക്കി. അങ്ങനെ എണ്ണ ചൂടാക്കുകയാണ്. ഏതുവരെ? നല്ല സ്ട്രോങ്ങിൽ ചൂടാവുന്നവരെ, ഇളകി മറിയുന്നവരാണ് ചൂടായി. നല്ല കൊണ്ട് ചൂടായി, സെറ്റപ്പിൽ കൊണ്ട് ചൂടായി. ആ സമയത്ത് മാഷിത്തയുടെ മാറത്തിരിക്കുന്നുണ്ട് ഒരു പിഞ്ചോമന കുഞ്ഞ്, പാവപ്പെട്ട ചെറിയ പിഞ്ചോമന കുഞ്ഞ്. വായിൽ നിന്ന് മുലപ്പാലിന്റെ ആട് മാറിയിട്ടില്ല, ഗന്ധം മാറിയിട്ടില്ല. അങ്ങനത്തെ പിഞ്ചോമന കുഞ്ഞിനെ മാഷിത്തയോട് പറയുന്നു, വിട്ടുതാ. ഇല്ല, വിട്ടുതരില്ല. മാഷിത്ത വിട്ടുതരില്ല, ഒരിക്കലും വിട്ടുതരാൻ തയ്യാറല്ല. ഈ സമയത്ത് ഫിർഔൻ പറഞ്ഞു, എന്നാൽ അവളുടെ മൂത്ത മകനുണ്ട്, ആ മൂത്ത മകനെ ഇങ്ങോട്ട് പിടിച്ചോ. മക്കൾ ഒന്നാകെ കരയുകയാണ്, എങ്ങോട്ട് ഓടിപ്പോകാനും സാധ്യമല്ല. പിഞ്ചോമന മക്കളെ എത്തി, മക്കളെ എന്ത് ചെയ്യുമെന്നുള്ളൊരു പേടി. ചെയ്യാൻ പറ്റൂല, ഓടാൻ തന്നെ പറ്റൂല. ഇങ്ങനത്തെ സാഹചര്യം. മൂത്ത മകനെ പിടിച്ചുകൊണ്ട് അതാ തിളച്ചു മറിയുന്ന ആ എണ്ണയിലേക്ക് അങ്ങോട്ടിട്ടു. അങ്ങനെ തിളച്ചു മറിഞ്ഞ് എണ്ണയിൽ നിന്ന് അതിന്റെ ഇറച്ചിങ്ങനെ പുറന്നു മാറി, എല്ലുകൾ ഇങ്ങനെ ഉരുകി ഇങ്ങനെ പൊന്തി വരുമ്പോ ഫിർഔൻ മാഷിത്തയോട് ചോദിക്കുന്നു, അല്ലയോ മാഷിത്ത, മാറ്റമുണ്ടോ? തീരുമാനത്തിന് മാറ്റമുണ്ടോ മാഷിത്ത? നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ഒന്നും പറയില്ല. നമ്മൾ തീരുമാനം മാറ്റിയെന്ന് പറയും. ഇല്ല, മാഷിത്ത പറഞ്ഞില്ല, എന്തെനിക്ക് മാറ്റമില്ല. റബ്ബി വറബ്ബുകല്ലാഹ്, എന്റെ ഒരു മാറ്റമില്ല. അപ്പോൾ ഫിർഔൻ കൽപ്പിച്ചിരുന്ന അടുത്ത് രണ്ടാമത്തിനെ പിടിച്ചു. രണ്ടാമത്തേനും പിടിച്ചതാ ആ എണ്ണയിലേക്ക് ഇടുന്നു. ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉരുകി എല്ലുകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോ മാഷിത്തയോട് ചോദിക്കുന്നു, അല്ലയോ മാഷിത്ത, മാറ്റമുണ്ടോ മാഷിത്ത? അപ്പോൾ മാഷിത്ത വശത്തോടു കൂടെ മനം നൊന്നുകൊണ്ട് പറയുന്നു, ഇല്ല, എനിക്ക് മാറ്റമില്ല. എനിക്കൊരു മാറ്റമില്ല, ഞാൻ റെഡിയല്ല. എനിക്ക് മാറാൻ, ഞാൻ എടുത്ത തീരുമാനത്തിന് എതിരിച്ച് ഞാൻ റെഡിയല്ല, മാറ്റമില്ല. അങ്ങനെ മൂന്നാമത്തെ മകനെയും അതുപോലെ ചെയ്തു. അപ്പോഴും മാഷിത്ത റെഡിയായില്ല, മാറ്റമുണ്ടായി. നാലാമത്തെ കുഞ്ഞിനെയും ഇതുപോലെ ആ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിന്റെയും എല്ലുകൾ ഇങ്ങനെ, നാലാളുടെയും എല്ലുകൾ ഉരുകി ഉയർന്നിങ്ങനെ വരുന്ന ശരീരങ്ങൾ കണ്ടപ്പോ മാഷിത്തയോട് ചോദിക്കുന്നു, മാഷിത്ത, നിന്റെ നാലും നഷ്ടപ്പെട്ടു പോയി, നിന്റെ കയ്യിലുള്ള ഒരു ചെറിയ പിഞ്ചോമന കുഞ്ഞാണ്, നിനക്ക് മാറ്റമുണ്ടോ മാഷിത്ത? നിനക്ക് മാറാൻ സമയമായില്ല മാഷിത്ത, ഇനി ഒന്ന് മാറിക്കൂടെ മാഷിത്ത എന്ന് ഫിർഔൻ ചോദിക്കുമ്പോ, ഇല്ല, എനിക്ക് മാറ്റമില്ല. റബ്ബി വറബ്ബുകല്ലാഹ്, ഒരു മാറ്റം. അങ്ങനെ അതാ മാഷിത്തക്ക് ഇനി ആകെ പിഞ്ചോമന കുഞ്ഞാണ്, മുലകുടിക്കുന്ന ചെറിയ പിഞ്ചോമന കുഞ്ഞ്. ആ കുഞ്ഞിന്റെ മുലകുടിയുടെ ഗന്ധം മാറിയിട്ടില്ല, മുലപ്പാലിന്റെ ഗന്ധം മാറിയിട്ടില്ല, കാലിനടിയിലെ ചുവപ്പ് മാറിയിട്ടില്ല. ആ പിഞ്ചോമന കുഞ്ഞിനെ മാറത്തിൽ നിന്ന് പിടിച്ചു വലിക്കുമ്പോ ആ കുഞ്ഞുമ്മയോട് പറയുന്നു, ഉമ്മ, യാ ഉമ്മ, ഇസ്ബിരി യാ ഉമ്മ, ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ, നിങ്ങൾ ക്ഷമിച്ചു നിന്നോളി, നിങ്ങൾ ഹക്കിന്റെ ആളാണ്. ചരിത്രത്തിൽ കാണാം, ചെറിയ തൊട്ടിയിൽ നിന്ന് സംസാരിച്ച കുട്ടികൾ എന്ന 4 കുട്ടികളുടെ എണ്ണം പറയാറുണ്ട്. ഒരു കുട്ടിയാണ് മാഷിത്തയുടെ മകൻ, മാഷിത്തയുടെ ചെറിയ കുട്ടി. ആ കുട്ടി പറയാണ്, ഉമ്മ, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക, ഫഇന്നകി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ മേലാണ് ഉമ്മ, നിങ്ങൾ പേടിക്കണ്ട ഉമ്മ. അങ്ങനെ ആ പിഞ്ചോമന കുഞ്ഞിനെയും ഫിർഔന്റെ അനുയായികൾ വലിച്ച് ആ എണ്ണയിലേക്ക് ഇട്ടു. അതും ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഉയർന്നു വന്നപ്പോ മാഷിത്ത ആ സമയത്ത് ഫിർഔനോട് ഒരു ചെറിയൊരു അപേക്ഷ, യാ ഫിർഔൻ, ഓ ഫിർഔനെ, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ഇന്നലീ ഹാജ,
ഈ ചെറിയൊരു ആവശ്യമുണ്ട്, എന്താണെന്നറിയാമോ? തജ്മഉ ഇമാമി വ ഇമാമു ഔലാദി വതദ്ഫനു ജമീആ. എനിക്ക് ഉറപ്പാണ് ഇനി അടുത്ത എന്നെ ഇതിലേക്ക് ഇടും, സംശയമൊന്നുമില്ല. അങ്ങനെ ഞാനും അങ്ങ് ഒരുക്കി വന്നാൽ എന്റെ എല്ലും എന്റെ ചെറിയ 5 മക്കളുടെ എല്ലുകൊണ്ട് ഒരു സഞ്ചിയിലാക്കിയിട്ട് ഒരു സ്ഥലത്ത് നീ മറവ് ചെയ്യണം ഫിറൗനേ. ഇതാണ് എനിക്ക് അവസാനമായിട്ട് നിന്നോട് പറയാനുള്ള ഒരു ആവശ്യമെന്ന് ആ സമയത്ത് ഇസ്ലാമിന്റെ പ്രധാനമന്ത്രിയായ അല്ലാഹു